ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അനുജ മിസ്സാണ്. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് സയൻസ് പഠിക്കാം അല്ലേ. അപ്പോൾ മക്കളെ, ഇന്ന് മിസ് വന്നിരിക്കുന്നത് നമ്മുടെ 9th ചാപ്റ്ററായ ചേർക്കാം പിരിക്കാം അല്ലെങ്കിൽ മിക്സ് ആൻഡ് സെപ്പറേറ്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാൻ വേണ്ടിയാണ്. എന്തൊക്കെ പുതിയ പുതിയ ടേംസ് ആണ് നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്, അതുപോലെ തന്നെ എന്തെല്ലാം കാര്യങ്ങളെപ്പറ്റി നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് ഒരു ഐഡിയ വേണം എന്നൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ എനിവേ നിങ്ങൾക്ക് എല്ലാവരും എന്ത് ചെയ്യുക, മാക്സിമം സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കുന്നതെന്ന് മിസ് പറഞ്ഞുതരാം. ആദ്യം നമ്മൾ മോളിക്യൂൾസിനെ പറ്റി പഠിക്കുന്നുണ്ട്, തന്മാത്രകൾ. അതിനുശേഷം നമ്മൾ മിക്സർ അതായത് മിശ്രിതങ്ങളെ പറ്റി പഠിക്കുന്നുണ്ട്. 2 തരത്തിലുള്ള മിശ്രിതങ്ങളെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന മിശ്രിതങ്ങളിൽ നിന്നൊക്കെ എങ്ങനെയാണ് അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിട്ടുള്ള ഘടകവസ്തുക്കളെ വേർതിരിക്കുന്നത്, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് പഠിക്കുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് എന്തറിയണം, എന്താണ് തന്മാത്രകൾ, എന്താണ് മോളിക്യൂൾസ് എന്ന് നമുക്കറിയണം. മോളിക്യൂൾസ് അല്ലെങ്കിൽ തന്മാത്ര എന്ന് പറഞ്ഞാൽ ഒരു പദാർത്ഥം നമ്മൾ കൺസിഡർ ചെയ്താൽ ആ പദാർത്ഥത്തിൻ്റെ എല്ലാ സ്വഭാവവും അടങ്ങിയ ഏറ്റവും ചെറിയ പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഏറ്റവും ചെറിയ കണിക, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, തന്മാത്ര അല്ലെങ്കിൽ മോളിക്യൂൾസ് എന്ന് പറയുന്നത്. സോളിഡ്സ് ഉണ്ട്, ലിക്വിഡ്സ് ഉണ്ട്, ഗ്യാസസ് ഉണ്ട്, അതായത് ഖരം, ദ്രാവകം, വാതകം, ഇവയൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് ഇതുപോലെ മോളിക്യൂൾസ് ഉപയോഗിച്ചിട്ടാണ് അല്ലെങ്കിൽ ഇതുപോലെ തന്മാത്രകൾ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിൻ്റെ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര എന്ന് പറയുന്നത്. The smallest particle of substance retaining all the properties of that substance is known as its molecules. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എന്താണ് മിശ്രിതം അല്ലെങ്കിൽ എന്താണ് മിക്സ്ചർ. നമ്മൾ നേരത്തെ ഒരു തന്മാത്ര എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഒന്നിലധികം തന്മാത്രകൾ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്, ആ ഒരു പദാർത്ഥം അല്ലെങ്കിൽ ആ ഒരു സബ്സ്റ്റൻസ് മിക്സ്ചർ ആണ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒന്നിൽ കൂടുതൽ ഇനം തന്മാത്രകൾ ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ മിശ്രിതം എന്ന് നമ്മൾ വിളിക്കുന്നു. ഇപ്പോൾ ഒരു ചോക്കിൻ്റെ ആ ഒരു പൊടി കലക്കി ആ ഒരു വെള്ളം, അവിടെ എന്താണ്, ചോക്കിൻ്റെ തന്മാത്രകളും ഉണ്ട്, അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ തന്മാത്രയുണ്ട്. ഉപ്പുവെള്ളം, ഉപ്പിൻ്റെ തന്മാത്രയുണ്ട്, വെള്ളത്തിൻ്റെ തന്മാത്രയുണ്ട്. പഞ്ചസാര വെള്ളം, പഞ്ചസാരേൻ്റെ തന്മാത്രയുണ്ട്, വെള്ളത്തിൻ്റെ തന്മാത്രയുണ്ട്. അപ്പോൾ ഒന്നിലധികം തന്മാത്രകൾ കൂട്ടിച്ചേരുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്, അത് മിക്സ്ചർ അല്ലെങ്കിൽ അത് മിശ്രിതമായിട്ട് നമ്മൾ പറയുന്നത്. ഈ മിശ്രിതങ്ങൾ തന്നെ നമുക്ക് 2ആയിട്ട് തരംതിരിക്കാനായിട്ട് പറ്റും. ഫസ്റ്റ് മണ്ണാണ് ഏകാത്മക മിശ്രിതം അല്ലെങ്കിൽ ഹോമോജീനസ് മിക്സ്ചർ എന്ന് പറയുന്നത്. ഒരു ഉദാഹരണത്തിന് ഉപ്പുവെള്ളം എടുക്കാം. ആ ഉപ്പുവെള്ളത്തിൻ്റെ എവിടെ നിന്ന് നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയാലും നിങ്ങൾക്ക് ഒരേ ടേസ്റ്റ് ആയിരിക്കും, ഒരേ ഗുണമാണ് അത് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള മിശ്രിതത്തിനെ വിളിക്കുന്ന പേരാണ് ഏകാത്മക മിശ്രിതം എന്ന് പറയുന്നത്. ഒരു മിശ്രിതത്തിൻ്റെ എല്ലാ ഭാഗവും ഒരേ ഗുണം കാണിക്കുവാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നതാണ് ഏകാത്മക മിശ്രിതം എന്ന് പറയുന്നത്. ഇഫ് എ മിക്സ്ചർ എക്സിബിറ്റ് ദ സെയിം പ്രോപ്പർട്ടി ത്രൂ ഔട്ട്, മൊത്തത്തിൽ ഒരേ പ്രോപ്പർട്ടി സൂചിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഉപ്പുവെള്ളത്തിന് പകരം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചോക്കിൻ്റെ പൊടി മിക്സ് ആക്കിയിട്ടുള്ള വെള്ളമാണ് നിങ്ങൾ ഇതുപോലെ ടേസ്റ്റ് ചെയ്തു. ആ വെള്ളത്തിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യുന്നു, അടിഭാഗത്ത് നിന്ന് ടേസ്റ്റ് ചെയ്യുന്നു, നല്ലോണം ഇളക്കിയിട്ട് ടേസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ടേസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓരോന്നിനും ഓരോ ടേസ്റ്റാണ് അനുഭവപ്പെടുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്, ഇവിടെ എല്ലാ ഭാഗത്തും ഒരേ ഗുണം ആവണം എന്നില്ല. അങ്ങനെയുള്ള മിശ്രിതത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഭിന്നാത്മക മിശ്രിതം അല്ലെങ്കിൽ ഹെട്രോജീനസ് മിക്സ്ചർ എന്ന് പറയുന്നത്. ഒരു മിശ്രിതത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങൾ വ്യത്യസ്ത ഗുണങ്ങളാണ് കാണിക്കുന്നതെങ്കിൽ അതിനെ ഭിന്നാത്മക മിശ്രിതം എന്ന് നമ്മൾ പറയുന്നു. ഇഫ് എ മിക്സ്ചർ എക്സിബിറ്റ് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ഇൻ ഡിഫറെൻറ്റ് പാർട്ട്, ഇതിനെയാണ് ഭിന്നാത്മക മിശ്രിതം അല്ലെങ്കിൽ ഹെട്രോജീനസ് മിക്സ്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മിക്സ്ചർ എന്ന് പറയുന്നത് ഒന്നിലധികം തന്മാത്രകൾ അടങ്ങിയിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇവയിൽ അടങ്ങിയിട്ടുള്ള ഈ ഘടകവസ്തുക്കളെ നമുക്ക് എങ്ങനെ വേർതിരിക്കാനായിട്ട് സാധിക്കും? 4 മെത്തേഡാണ് മെയിനായിട്ട് പഠിക്കുന്നത്. ഫസ്റ്റ് വണ്ണാണ് നമ്മുടെ തെളിയൂറ്റൽ അല്ലെങ്കിൽ ഡിക്കാൻറ്റേഷൻ എന്ന് പറയുന്നത്. ഒരു ഉദാഹരണത്തിന് കുറച്ച് മണൽ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് നല്ലോണം കുലുക്കുക. എന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ് ആ വെള്ളം എനിക്ക് സെപ്പറേറ്റ് ചെയ്ത് തരണം. എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് കുറച്ച് നേരം നമ്മൾ ആ ഒരു ടേബിളിൽ അല്ലെങ്കിൽ ആ ഒരു പാത്രം നമ്മൾ വെറുതെ ഇത് വെച്ചാൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മണൽത്തരിക്ക് ഭാരം കൂടുതലായതുകൊണ്ട് തന്നെ അത് സെഡിമെൻറ്റ് ചെയ്യുകയും അതിൻ്റെ മുകൾ ഭാഗത്ത് വെള്ളം ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ചെറുതായിട്ടൊന്ന് ചെരിച്ച് പിടിച്ചിട്ട് ഒഴിച്ച് കൊടുത്താൽ മാത്രം മതി അല്ലേ. അപ്പോൾ ഭാരവ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈസി ആയിട്ട് അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ആ ഒരു മെത്തേഡാണ് മക്കളെ തെളിയൂറ്റൽ അല്ലെങ്കിൽ ഡിക്കാൻറ്റേഷൻ എന്ന് പറയുന്നത്. ഒരു മിശ്രിതത്തിലെ ഘടകവസ്തുക്കളെ അടിയിച്ച് മുകൾ ഭാഗത്തുള്ള ദ്രാവകത്തെ ഊറ്റിയെടുക്കുന്ന പ്രക്രിയ. ഇനി അങ്ങനെയാണെങ്കിൽ നിങ്ങളിങ്ങനെ ഊറ്റിയെടുത്ത ആ ഒരു ലിക്വിഡ് അല്ലെങ്കിൽ ആ ഒരു വെള്ളം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി പ്യുവറാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മേ ബി അതിനകത്തും ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനെ വീണ്ടും നമുക്ക് എന്താണ് കുറച്ചും കൂടി പ്യുവറാക്കാൻ വേണ്ടി പറ്റും. അതിന് വേണമെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും, അരിപ്പ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ അരിപ്പയൊക്കെ ഉപയോഗിച്ചിട്ട് വസ്തുക്കളുടെ ഭാരവ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവയെ നമ്മളിങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അവയെ നമ്മൾ വേർതിരിക്കുന്നു. ആ ഒരു മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് അരിക്കൽ എന്ന് പറയുന്നത്.
ഫിൽട്രേഷൻ. അപ്പോൾ ഫിൽട്രേഷൻ നമ്മൾ കൂടുതലും വലുപ്പ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ, കാരണം വലിപ്പം കുറഞ്ഞതൊക്കെ അരിപ്പയിലൂടെ പോവുകയും വലിപ്പം കൂടിയതൊക്കെ അവിടെ തങ്ങി നിൽക്കുകയുമാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഉപ്പുവെള്ളത്തിൽ നിന്ന് എങ്ങനെ ഉപ്പ് വേർതിരിക്കാൻ പറ്റും? കാരണം നമുക്ക് കാണാനൊന്നും പറ്റത്തില്ല, ഉപ്പെടുത്ത് മാറ്റാനോ ഒന്നും പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ചെറിയൊരു സ്പൂണിൽ കുറച്ച് ഉപ്പുവെള്ളം എടുത്തിട്ട് അത് ചൂടാക്കിയാൽ മതി. അത് ചൂടാക്കുന്ന സമയം അതിൻ്റെ ഉള്ളിലെ ആ ഒരു വാട്ടർ ദ്രാവകം എന്ത് ചെയ്യും? ബാഷ്പീകരിച്ച് ബാഷ്പമായിട്ട് പോകും. പിന്നെ ബാക്കിയുള്ള ഭാഗം എന്താണ്? ഒരു ചെറിയൊരു പൗഡറും. ആ പൗഡറാണ് ഉപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബാഷ്പീകരണം അല്ലെങ്കിൽ ഇവാപ്പറേഷൻ എന്ന് പറയുന്നത്. ഒരു ദ്രാവകം താപം സ്വീകരിച്ച് അതിൻ്റെ ബാഷ്പമായിട്ട് മാറുന്ന പ്രവർത്തനമാണ് ബാഷ്പീകരണം അല്ലെങ്കിൽ ഇവാപ്പറേഷൻ. 3 മെത്തേഡ് പഠിച്ചില്ലേ? 4ാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഇരുമ്പ് പൊടി എടുക്കുക, കുറച്ച് അലൂമിനിയം പൊടി എടുക്കാം, ഇതിനെ തമ്മിൽ നല്ലോണം മിക്സ് ആക്കാം. എന്നിട്ട് നമ്മളോട് പറയുകയാണ് ഇരുമ്പ് പൊടി നമുക്ക് വേർതിരിച്ചെടുക്കണം. എന്ത് ചെയ്യണം? ഒരു മാഗ്നറ്റ് അതിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നാൽ മതി. മാഗ്നറ്റിൻ്റെ പ്രത്യേകത എന്താണ്? മാഗ്നറ്റ് ഇരുമ്പ് പൊടിയെ അട്രാക്ട് ചെയ്യും. അപ്പോൾ ഇരുമ്പ് പൊടിയെല്ലാം കൂടി മാഗ്നറ്റ് കയറി പിടിക്കുകയും ബാക്കി അലൂമിനിയത്തിൻ്റെ ആ ചെറിയ പൊടികളൊക്കെ അവിടെ സെഡിമെൻറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? ഈ ടോപ്പിക്കുകൾ, അതായത് ഈ ടേംസ് ഒക്കെ നിങ്ങൾ നിർബന്ധമായി പറയുക. ഈ ഒരു വീഡിയോ കണ്ടാൽ ഈ ഒരു ചാപ്റ്റർ സെറ്റാണ്. അത്രേ ഉള്ളൂ. കാരണം ഈ ചാപ്റ്ററിൽ പറയുന്ന എല്ലാ ഭാഗങ്ങളുമാണ് നമ്മളിവിടെ പറയുന്നത്. കാരണം ചാപ്റ്ററിലെ എല്ലാ ടേംസുമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത്. അപ്പോൾ മാക്സിമം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ പഠിക്കുക. നമുക്കിനി വീണ്ടും കാണാം. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ.